സ്നേഹം, കരുണ, ദയ, വിവേകം തുടങ്ങിയ അനേക അലങ്കാരപ്പൊതികളുമായിട്ടാണ് ഓരോ ജീവനെയും ഈശ്വരൻ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. നമുക്ക് ഈശ്വരൻ നന്നായി സമ്മാനപ്പൊതികൾ വാരി വിതരണം. അങ്ങനെ ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്തിലുള്ളവർക്ക് എത്ര സന്തോഷം തോന്നും. ചുറ്റുവട്ടത്തെ കുട്ടികൾക്ക് ആ സമ്മാനപ്പൊതികൾ കിട്ടുമ്പോൾ എത്ര സന്തോഷം തോന്നും. നമ്മളിപ്പോൾ അമ്പലങ്ങളിൽ തന്നെ നമ്മൾ പായസം നേരുമ്പോൾ അവിടെ നേദ്യം ഉണ്ടാക്കും. മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന എന്താ? ഏറ്റവും കൂടുതൽ മനസ്സിനെ ബന്ധിച്ചിരിക്കുന്ന സ്വത്തിലാണ്. ഇത് ബന്ധിച്ച വസ്തുവിനെ സമർപ്പിക്കുക. പിന്നെ ഭക്ഷണത്തിൽ വെച്ച് നോക്കുമ്പോൾ പായസമാണ് കൂടുതൽ. ബന്ധിച്ച വസ്തുവിനെ സമർപ്പിക്കുക, ഈശ്വരന് വേണ്ടി നേദിക്കുക. പക്ഷെ ഈശ്വരനും കഴിച്ചു കണ്ടിട്ടില്ല. ആ പായസം വെച്ചിട്ടുള്ള മറ്റുള്ളവരാണ് കഴിക്കുന്നത്. ബന്ധിച്ച് സമർപ്പിക്കുക ഒരു ക്രിയയാണ്, തത്വമാണ്. അവനാണ് ശരിക്ക് ആ ഹൃദയം തുറക്കുന്നത്. അതിലൂടെയാണല്ലോ ഹൃദയം തുറക്കുന്നത്. പിന്നെ അങ്ങനെ ദാനം, അതിൽ കൂടി ദാനമായല്ലോ. അപ്പോൾ കൃപയ്ക്ക് ഒരു പാത്രമാകുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പം അത് തരംഗ രൂപത്തിൽ ജനങ്ങളിൽ പോയിട്ട് ചിലപ്പോൾ ഒരു മാറ്റം, മനസ്സിന് മാറ്റം വരുത്താം. ശരിക്കും അവൻ്റെ ഹൃദയത്തിലൊരു ആഗ്രഹം കൂടി വേണം. ഏതോ ഒരു തരംഗ രൂപമാണല്ലോ. ഇപ്പം നമ്മളൊരു പാട്ട് പാടിയാൽ ആ പാട്ടിനെ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ പാട്ട് കേൾക്കുന്നത് തരംഗ രൂപത്തിലാണ് വരുന്നത്. തരംഗ രൂപത്തിലാണ് ആ പാട്ട് വരുന്നത്. വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു കുഴിയിലോട്ട് വീണ് ഒരു താഴ്ചകളൊക്കെ ആയിട്ട് വേണം. അപ്പോൾ ആ വണ്ടിയിൽ ഡ്രൈവർ ഇറങ്ങി ചെന്ന് അടുത്തൊരു മലയുണ്ട്, മേളിൽ കയറി ഒരു ആസനം ഇട്ടുണ്ട് പ്രാർത്ഥിക്കുക. ഈശ്വര വണ്ടി പൊക്കി തരണേ, വണ്ടി പൊക്കി തരണേ. നോക്കൂ, വീണ്ടും കുഴി കിടക്കുക. അപ്പം എന്ത് ഈശ്വരൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ഈശ്വരൻ ചീത്ത വിളിക്കുക. അപ്പോൾ ഒരശ്ശരി കേട്ടാ നീ ആ കുഴി പ്രാർത്ഥിച്ചുകൊണ്ട് തെല്ല്. അപ്പോൾ രണ്ടും നമുക്ക് വേണം നമ്മുടെ ഭാഗത്തുനിന്ന്. നിരാശയ്ക്ക് അധീനരാകാതെ പ്രത്യാശയുടെ ദീപം നമ്മുടെ ഹൃദയങ്ങളിൽ തെളിയിക്കുക. ഒരു നിഴൽ പോലെ മരണം ഓരോരുത്തരുടെയും പിന്നാലെയുണ്ട്. ശരീരമാകുന്ന ഈ വാടക വീട്ടിൽ നിന്നും ഏത് നിമിഷവും നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരും. മരണം നമ്മളെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് കർത്തവ്യങ്ങൾ പലതും നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മൾ സ്വയം വിലയിരുത്തണം. സത്യത്തെ അറിയാനുള്ള ആഗ്രഹവും അന്വേഷണം ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം. തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ആധ്യാത്മിക പാതയിൽ വേണ്ട രീതിയിൽ പുരോഗമിക്കുന്നുണ്ടോ? ചിട്ടയിലും സാധനയിലും ശ്രദ്ധ പുലർത്തുന്നുണ്ടോ? അതോ വഴിതെറ്റി സഞ്ചരിക്കുകയാണോ? രണ്ട്, എൻ്റെ ജീവിതം എനിക്ക് വേണ്ടി മാത്രമാകരുത്. ഓരോ ദിവസവും നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ടോ? മൂന്ന്, ആത്മനിയന്ത്രണവും പക്വതയും എനിക്ക് നിലനിർത്താൻ കഴിയുന്നുണ്ടോ? അതോ അസൂയ, ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾക്ക് അധീനമായി മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നുവോ? നാല്, പ്രകൃതി സംരക്ഷണത്തിൽ എൻ്റെതായ പങ്ക് നിർവഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഈ ചോദ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഉത്തരങ്ങൾ അനുസരിച്ച് സ്വയം തിരുത്താനും ചെയ്യാനും നാം തയ്യാറാവണം. ദൃഢനിശ്ചയങ്ങൾക്കും തളരാത്ത പ്രയത്നത്തിനുമുള്ള സമയമാണിത്. ഒരു വസ്തുവിനോട് പ്രേമമുണ്ടെങ്കിൽ എപ്പോഴും നമുക്കത് പുതുമ നിറഞ്ഞതായി തോന്നും. പ്രേമം നഷ്ടപ്പെട്ടാൽ പുതുമയെ നഷ്ടപ്പെടും. ലോക സുന്ദരിയെ ഒരാൾ പ്രേമിക്കുകയാണ്. ഭയങ്കര തുള്ളിച്ചടി കളാച്ച പിന്നെ ലോകസുന്ദരിയെ കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് അവർ തമ്മിൽ പഴക്കമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അവൾ ഉപേക്ഷിച്ചാൽ മതി. നേരത്തെ അവൾ ഒരു നിമിഷം കാണാതിരിക്കാൻ വയ്യ. എപ്പോഴും അവൾ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കും. പിന്നെ ഒരു നിമിഷം അവളെ അടുത്തിരിക്കാനും വയ്യ. അവളെ കാണുന്നത് തന്നെ പരിസ്ഥിതിയായി തോന്നി. അപ്പം ആ പ്രേമമാണ് നമ്മളെ ജീവിതത്തെ എപ്പോഴും പുതുമയും ഉന്മേഷവും ശക്തിയും പകർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹമാണ് എല്ലാത്തിനെയും പുതുമയുള്ളതാക്കുന്നത്. നമ്മുടെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ വെളിച്ചം എത്രമാത്രം ഉണ്ടോ അത്രമാത്രം പുതുമ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ആ വെളിച്ചം ഹൃദയത്തിലില്ലെങ്കിൽ പുതുമയിൽ പോലും ഇരുൾ ദർശിക്കുവാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ ജീവിതത്തെ പുതുമ നിറഞ്ഞതാക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സ്നേഹമോ ആ കാരുണ്യവുമാണ്. നമ്മൾ മറ്റുള്ളവരുടെ പ്രസിദ്ധി അംഗീകാരം നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ നോക്കണം. നമുക്ക് തിരക്കാണ്,
മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. അത് കാരണം നമ്മുടെ ഒറ്റപ്പെട്ട ജീവിതം വിരസമായി തീരുന്നു. എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയമെങ്കിലും നമ്മൾ തയ്യാറാവണം. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചെറിയ ചെറിയ പ്രവൃത്തികൾ പോലും ലോകത്തിൽ വലിയ സന്തോഷമുണ്ടാകും. ശാശ്വതമായി ഒന്നുമില്ല. എന്നാൽ ഭൂമിയിൽ കഴിയുന്ന അത്രയും സമയം നമ്മുടെ കർമ്മങ്ങളെ കഴിയുന്നത്ര ഭംഗിയാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ ജീവിതം ഒരു ലോഡ്ജ് പോലെ ആകണം. ലോഡ്ജിൽ കയറുമ്പോൾ നമ്മൾ ഇന്ന ദിവസം ഇറങ്ങണമെന്ന് വെച്ചിട്ടാണ് കയറുന്നത്, ബുക്ക് ചെയ്യുന്നത്. ലോഡ്ജിൽ താമസിക്കുന്ന സന്തോഷത്തോടെ താമസിക്കുന്നു, ഇറങ്ങുമ്പോൾ സന്തോഷത്തോടെ ഇറങ്ങുന്നു. നമ്മുടെ ശരീരം ലോഡ്ജാണ്. സന്തോഷത്തോടെ കഴിയണം, കരഞ്ഞു വിളിച്ച് പോകാതെ തിരിച്ചു വിളിച്ച് ഒരു തീരുമാനമായിട്ട് വന്നതുപോലെ. ഞാനിവിടെ നിൽക്കാൻ വന്നതല്ല. പെക്കിരിക്ക് പോകുന്നവൻ വീടിന് മറക്കുന്നില്ല, തിരിച്ചു എൻ്റെ വീട് മറക്കുന്നില്ല. ഞാൻ എൻ്റെ പെക്കിരിക്ക് വേണ്ടി ഇറങ്ങിയാണ്, തിരിച്ചെൻ്റെ വീടാണ് എത്തേണ്ടതാണെന്നുള്ള ബോധമുണ്ട്. അതേപോലെ എല്ലാം കണ്ടോ, പക്ഷെ നമ്മുടെ ലക്ഷ്യം പരമാത്മബോധമായിരിക്കണം.